ഇന്ന് നമുക്ക് ഉലുവ കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ അരി നമുക്കൊന്ന് നന്നായി കഴുകിയെടുക്കാം. നമുക്കൊരു പാത്രം അടപ്പത്ത് വെച്ച് അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് വെള്ളം അടപ്പത്തേക്ക് വെക്കാം. വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അരി വേകുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ശർക്കരപ്പാനി തയ്യാറായിട്ടുണ്ട്. നമുക്കതിന് അരിയിലേക്ക് അരിച്ച് ഒഴിക്കാം. ഇനി നമുക്ക് കയ്യിൽ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. സാധാരണ ഉലുവ കഞ്ഞിയിൽ മധുരം ചേർക്കാറില്ല. പിന്നെ ഉലുവയുടെ കയ്പ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവ ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉലുവ നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ ചോറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉലുവയും ശർക്കരയും ഒക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ട് നമ്മൾ പായസത്തിന് ചേർക്കുന്ന പോലെ അല്പം ചേർത്താൽ മതി. ഇപ്പോൾ ശർക്കര ഉലുവയൊക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഉലുവക്കഞ്ഞി റെഡിയായി കഴിഞ്ഞു. ഇതിന് നമുക്കിനിയൊരു പാത്രത്തിലേക്ക് പകർത്തി ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. മാസത്തിലെ രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉലുവക്കഞ്ഞി കഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം നെയ്യ് മൂപ്പിച്ച് ഇതിൻ്റെ മുകളിലൂടെ ഒഴിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഉലുവക്കഞ്ഞി റെഡിയായി. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ.